എല്ലാവർക്കും നമസ്കാരം. മലയാളത്തിലെ ആദ്യത്തെ ടാരോ റീഡിംഗ് ചാനലായിട്ടുള്ള മായ സ്റ്റാറ്റിലേക്ക് സ്വാഗതം. ചോതി നക്ഷത്രക്കാർക്ക് ഈ വരുന്ന ജനുവരി 2026 മുതൽ ഡിസംബർ 2026 വരെയുള്ള ഒരു വർഷക്കാലത്തെ ഫലം എങ്ങനെയാണ് എന്ന് നമുക്ക് നോക്കാം. അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് പ്രൈവറ്റ് കൺസൾട്ടേഷൻ താല്പര്യമുണ്ടെങ്കിൽ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിൽ നോക്കാവുന്നതാണ്. ജനുവരി 2026 മുതൽ ഡിസംബർ 2026 വരെയുള്ള ഒരു വർഷം നിങ്ങൾക്ക് എങ്ങനെയാണ്, ചോതി നക്ഷത്രക്കാർക്ക് എങ്ങനെയാണ് എന്ന് നമുക്ക് നോക്കാം. Seven of Cups, Six of Pentacles, Knight of Cups, Two of Pentacles, Ten of Wands, King of Wands energy connections. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു വർഷം പ്രായശ്ചിത്തത്തിൻ്റെയും പരിഹാരത്തിൻ്റെയും ഒക്കെ ഒരു സമയം എന്ന് വേണമെങ്കിൽ പറയാം. നിങ്ങൾ വളരെ സ്പിരിച്വലി കണക്റ്റഡായിട്ട് നിൽക്കുന്ന ഒരു സമയമാണ്. അതുപോലെ തന്നെ ജീവിതത്തിലൊരു ഒരു വെളിച്ചവും തെളിച്ചവും ഒക്കെ ഉണ്ടാകുന്ന സമയം എന്ന് പറയാം. ആദ്യം തന്നെ 7 of Cups എനർജിയാണ്. ഈ ഒരു വർഷം തുടങ്ങുന്ന സമയത്ത് നിങ്ങൾ കുറച്ചൊരു ക്ലാരിറ്റി ജീവിതത്തിൽ ഉണ്ടാവില്ല. അതായത് പല കാര്യങ്ങളിലും എന്ത് ചെയ്യണം, എങ്ങനെ ചെയ്യണം, എങ്ങനെ പോകണം, എങ്ങോട്ടേക്ക് പോകണം, ഇതൊന്നും അറിയാതെ ഉള്ള ഒരു അലച്ചിലോ അല്ലെങ്കിൽ ഒരു വ്യക്തതയില്ലായ്മയോ ജീവിതത്തെക്കുറിച്ചിട്ട് ഒക്കെയാണ് കാണിക്കുന്നത്. നിങ്ങളെന്ന് പറയുന്ന വ്യക്തി നിങ്ങളെ മനസ്സിലാക്കാനായിട്ട് കൂടുതൽ ശ്രമിക്കുന്ന ഒരു സിറ്റുവേഷൻ എന്നുള്ള രീതിയിൽ സൂചിപ്പിക്കുന്നുണ്ട്. അതേപോലെ തന്നെ 7 of Cups എനർജി കണക്ഷൻസ്, പല അവസരങ്ങളും ജീവിതത്തിലേക്ക് വരുന്ന ഒരു സമയമാണ്. ഈ അവസരങ്ങൾ എങ്ങനെ ഉപയോഗപ്പെടുത്തണമെന്നറിയാത്ത ഒരു സാഹചര്യം എന്ന് പറയാം. പക്ഷേ ഈ അവസരങ്ങൾ എന്ന് പറയുന്നത് നിങ്ങളുടെ അടുത്തേക്ക് വരുന്ന ആ സമയത്ത് നിങ്ങൾ കുറച്ച് ക്ലാരിറ്റി കുറവുണ്ട് എങ്കിൽ കൂടിയും ആ ഒരു കൺഫ്യൂഷൻ നിങ്ങളുടെ ലൈഫിൽ നിന്ന് മാറ്റാൻ നിങ്ങളെ കൊണ്ട് പറ്റുന്ന ഒരു കാര്യമാണ്. തീരുമാനങ്ങൾ എടുക്കും. ഓവറായിട്ട് ഒരു കുറച്ച് സമയം ക്ലാരിറ്റി ഇല്ലായ്മ കൺഫ്യൂഷനിലൊക്കെ നിൽക്കുന്നുണ്ട്. പക്ഷെ നിങ്ങൾ ഓവറായിട്ട് അതിൽ നിൽക്കുന്നതായിട്ട് സൂചിപ്പിക്കുന്നില്ല. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു കൺഫ്യൂഷൻ ആദ്യത്തെ ഒരു 2 മാസത്തിലുണ്ടാവും. ഇവിടെ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്ന അവസരങ്ങൾ ഒരിക്കൽ മാത്രം വരുന്ന അവസരമല്ല. ഈ ഒരു വർഷം എന്ന് പറഞ്ഞാൽ അവസരങ്ങളുടെ വർഷമാണ്. അപ്പോൾ ആ തുടക്കത്തിൽ നിങ്ങൾക്കൊരു വ്യക്തത കുറവുണ്ടെങ്കിലും പിന്നീട് വരുന്ന അവസരങ്ങൾ നിങ്ങൾ ആ ഒരു സമയം നിങ്ങൾ ശരിക്കും ആലോചിച്ച് പല കാര്യങ്ങളും മനസ്സിലാക്കുന്നു. പിന്നീട് അതിനുശേഷം വരുന്ന അവസരങ്ങളൊന്നും നിങ്ങൾ തള്ളിക്കളയുന്നില്ല. അപ്പോൾ നിങ്ങളത് ആലോചിച്ചിട്ട് എന്താണ് നിങ്ങൾക്ക് വേണ്ടത്, നിങ്ങൾ കുറച്ച് സമയം എടുക്കുക. നിങ്ങൾക്ക് ഒരു പീസ് ആണ് ശരി, ഒരു ക്വൈറ്റ് ടൈം നിങ്ങൾക്ക് ആവശ്യമാണ്. അപ്പോൾ അവസരങ്ങൾ വരുമ്പോൾ നിങ്ങളുടെ ഫീലിങ്സ്, നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്, ഏതാണ് നിങ്ങൾക്ക് വേണ്ടത് എന്നുള്ള രീതിയിൽ ചിന്തിക്കുക. ഈ അവസരം സാമ്പത്തികമായിട്ടുള്ള കാര്യമാവാം, റിലേഷൻഷിപ്പ് ആവാം, ഹെൽത്ത് റിലേറ്റഡ് ആയിട്ട് ഏത് തരത്തിലുള്ള കാര്യവുമാവാം. പ്രധാനപ്പെട്ട പലരെ സംബന്ധിച്ച് ജീവിതത്തിൽ അവസരങ്ങൾ കിട്ടും എന്ന് പറയുമ്പോൾ ഒന്നുകിൽ മെയിനായിട്ട് കരിയറാണ് പലരും ചിന്തിക്കുക. ജീവിതത്തിലെ കരിയറിൽ മാത്രമല്ല മറ്റു കാര്യങ്ങളിലും അവസരങ്ങൾ കിട്ടിയേക്കാം. അതെന്താണ്, എങ്ങനെയാണെന്നുള്ളത് നിങ്ങൾ ശ്രദ്ധിക്കുക. ഇവിടെ 6 of Pentacles എനർജിയാണ്. തീർച്ചയായിട്ടും കരിയറിൽ സാധ്യതകൾ ലഭിക്കുന്നുണ്ട്. കരിയർ വൈസ് മുന്നേറ്റത്തിനുള്ള സാധ്യത ലഭിക്കുന്നുണ്ട്. അപ്പോൾ സാമ്പത്തികമായിട്ട് ഒത്തിരി ഉയരത്തിലേക്ക് പോകാനുള്ള അവസരം നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട്. അപ്പോൾ ലോണ് കാര്യങ്ങൾക്ക് അപ്ലൈ ചെയ്തിട്ടുള്ള ഒരാളാണ് നിങ്ങളെങ്കിൽ ലോൺ ലഭിക്കുന്നു. അപ്പോൾ ലോൺ ലഭിക്കുമ്പോൾ എല്ലാം അതിനനുസരിച്ചിട്ട് മുന്നോട്ടേക്ക് പോകുന്നു എന്നുള്ളതിൻ്റെ ഒരു തൃപ്തിയും സന്തോഷമൊക്കെ നിങ്ങളെ സംബന്ധിച്ച് ലഭിക്കുന്നുണ്ട്. നിങ്ങളുടെ ഇൻകം സ്റ്റഡി ആവുന്നുണ്ട്. അപ്പം സ്ഥിരവരുമാനമുള്ള ഒരു ജോലിയുള്ള ഒരാളല്ല നിങ്ങളെങ്കിൽ പെർമനൻറ്റ് ആയിട്ട് ജോലി ലഭിക്കുന്ന ഒരു പെർമനൻറ്റ് പൊസിഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നു എന്നുള്ളത് തന്നെ നിങ്ങളുടെ ഇൻകം സ്റ്റഡിയാണ്. അതുകൊണ്ട് തന്നെ സ്റ്റേബിൾ ആയിട്ടുള്ളൊരു ഫീലിംഗ് ഉണ്ടാകുന്നുണ്ട്. അതേപോലെ തന്നെ ഒരു ബാലൻസ്ഡ് ആയിട്ടുള്ളൊരു പൊസിഷനിലാണ് നിങ്ങളുള്ളത്. അതായത് അനാവശ്യമായിട്ട് ചിലവാക്കുന്ന ഒരു സ്വഭാവം നിങ്ങൾക്ക് അടുത്തിടയ്ക്ക് വരെ ഉണ്ടായിരുന്നു എങ്കിൽ നിങ്ങൾ ആ ഒരു അനാവശ്യമായിട്ട് പണം ചിലവാക്കുന്നതെന്ന് മാറി ആവശ്യത്തിന് പണം ചിലവാക്കുക. ഒരു പിശുക്കിയാകുന്നില്ല, മറിച്ച് ആവശ്യത്തിന് ചിലവാക്കുന്നു, അനാവശ്യമായിട്ട് ചിലവാക്കുന്നില്ല എന്നുള്ള രീതിയിൽ ഇൻകം ഇൻഫ്ലോ എല്ലാം ഇൻകം നിങ്ങളിലേക്ക് വരുന്നുണ്ട്. അതേപോലെ തന്നെ ഔട്ട്ഫ്ലോ ഉണ്ടാകുന്നുണ്ട്, പുറത്തേക്ക് പോകുന്നു എന്നുള്ള രീതിയിൽ. പ്രോസ്പെറിറ്റി ആണ് അത്. കാരണം നിങ്ങളിലേക്ക് വരുന്നത് നിങ്ങൾ സേവ് ചെയ്യുന്നു, ഇൻവെസ്റ്റ് ചെയ്യുന്നു. അതോടൊപ്പം തന്നെ നിങ്ങൾ പുറത്തേക്ക് പോകുന്നു എന്ന് പറയുന്നത് നിങ്ങളുടെ ആഗ്രഹങ്ങൾക്ക്, ലക്ഷറിക്ക് വേണ്ടി അല്ലെങ്കിൽ നിങ്ങളുടെ ആഗ്രഹങ്ങൾക്ക് വേണ്ടി മാത്രമല്ല ചിലവാക്കുന്നത്, മറിച്ച് നിങ്ങളിത്
മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് ചിലവാക്കുന്നുണ്ട്. അതായത് മറ്റുള്ളവർ അതായത് സാമ്പത്തികമായിട്ട് സഹായം ആവശ്യമുള്ളവർക്ക് വേണ്ടിയിട്ട് സാമ്പത്തിക സഹായം ചെയ്യുന്ന, അല്ലെങ്കിൽ മറ്റൊരാളെ മുന്നോട്ടേക്ക് പോകാൻ സഹായിക്കുന്ന രീതിയിൽ വെറുതെ ഒരാൾക്ക് പൈസ കൊടുക്കുന്നത് അല്ല, അതിൻ്റെ അപ്പുറത്തേക്ക് സാമ്പത്തികം വേണ്ടവരെ സഹായിക്കുന്നുണ്ട് തീർച്ചയായിട്ടും. പക്ഷേ അതിൻ്റെ അപ്പുറത്തേക്ക് ഒരാളെ മോട്ടിവേറ്റ് ലൈഫിൽ ഗൈഡ് ചെയ്ത് മുന്നോട്ടേക്ക് കൊണ്ടുപോകുക എന്നുള്ള രീതിയിലുള്ള സഹായങ്ങളും നമുക്ക് ഒരാൾക്ക് കൊടുക്കാവുന്ന എപ്പോഴും പൈസ മാത്രമാണ്. പൈസ കുറവ് കയ്യിലുള്ള ആളുകളുടെ ചിന്ത എന്ന് വെച്ചാൽ പൈസ ഉണ്ടെങ്കിൽ എല്ലാം കിട്ടി എന്നുള്ളതാണ്. അപ്പോൾ ആ പൈസ കയ്യിൽ വന്നു കഴിയുമ്പോൾ കുറച്ച് നാളുകൾക്ക് ശേഷം ചോദിച്ചു കഴിഞ്ഞാൽ പലതും വേണ്ടി ആരോഗ്യ പ്രശ്നങ്ങളുണ്ടാവാം, അല്ലെങ്കിൽ വീട്ടിൽ സമാധാനം ഇല്ലായ്മ, അല്ലെങ്കിൽ പല പല പ്രശ്നങ്ങളും. അപ്പോൾ ഓരോരുത്തരെ സംബന്ധിച്ചിടത്തോളം അവർക്കില്ലാത്തത് എന്താണോ അത് കിട്ടിയാൽ എല്ലാം തികഞ്ഞു എന്നുള്ളൊരു ചിന്തയാണ്. അപ്പോൾ അതിൻ്റെ അപ്പുറത്തേക്ക് നിങ്ങൾ ചിന്തിക്കാൻ തുടങ്ങുന്നു എന്നുള്ളതാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. നെക്സ്റ്റ് നൈറ്റ് ഓഫ് കപ്സ് എനർജി കണക്ഷൻസ് ആണ്. മനസ്സിന് ഒരു തൃപ്തി ഉണ്ടാകുന്ന ഒരു സമയമാണ്, മാനസിക തൃപ്തി നൽകുന്ന ഒരു വർഷമായിരിക്കും 2026 നിങ്ങളെ സംബന്ധിച്ചിടത്തോളം എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. ബ്രദേഴ്സ് സിസ്റ്റർ സഹോദരങ്ങളുടെ ഇടയിൽ, അല്ലെങ്കിൽ ബ്രദർ സിസ്റ്റേഴ്സിൻ്റെ ഇടയിൽ, സിബ്ലിങ്സിൻ്റെ ഇടയിൽ വളരെ നല്ലൊരു എന്താ പറയുക, ഒരു ബോണ്ടിങ് ഉണ്ടാകുന്ന ഒരു സിറ്റുവേഷൻ സൂചിപ്പിക്കുന്നുണ്ട്. ഒരു ഇമോഷണൽ കണക്ഷൻ ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവിടെ ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇമോഷണൽ കണക്ഷൻസ് ഫീൽ ചെയ്യുന്നു എന്ന് പറയാൻ മറ്റൊരു കാര്യം, ഒരു പ്രധാനപ്പെട്ട ഒരു ഡിസിഷൻ നിങ്ങളുടെ ലൈഫിൽ എടുക്കേണ്ടി വരുന്ന സിറ്റുവേഷനാണ്. ഇമോഷണൽ റിസ്ക് ഉള്ളൊരു ഡിസിഷൻ. അതായത് നിങ്ങൾ ഒരു വൾണറബിൾ ആയിട്ടുള്ള സാഹചര്യത്തിലാകാം, ഒരുപക്ഷെ നിങ്ങളൊരു പ്രണയത്തിലാകാം, നിങ്ങളുടെ പാരൻസ്, നിങ്ങളുടെ സഹോദരങ്ങൾക്ക് അതിൽ താല്പര്യം ഉണ്ടാവില്ല. അപ്പോൾ ഇവിടെ ചിന്തിക്കേണ്ടത് ഒരു രീതിയിൽ പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കുക. ആ പറയുന്ന വ്യക്തിയെ, നിങ്ങളുടെ ലൈഫിൽ ആ പറയുന്ന വ്യക്തിയുടെ പോസിറ്റീവ്സ് എന്താണ്, നെഗറ്റീവ്സ് എന്താണ്, നെഗറ്റീവ്സ് ഏത് ലെവൽ വരെ ഉണ്ട് എന്നുള്ളത് ചിന്തിക്കുക. അത് അക്സെപ്റ്റബിൾ ആണോ? പിന്നെ പോസിറ്റീവ്സ് നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടെങ്കിൽ അത് പാരൻസ്, ബ്രദേഴ്സ്, സിസ്റ്റേഴ്സിൻ്റെ അടുത്ത് പറഞ്ഞ് അവരെ മനസ്സിലാക്കിക്കുക. പിന്നെ വഴക്ക് പ്രശ്നങ്ങളിലേക്ക് പോകാതെ നിങ്ങൾക്ക് ശ്രമിച്ചാൽ നിങ്ങളുടെ ഭാഗത്ത് രണ്ട് ബന്ധങ്ങളും ഒരേപോലെ കൊണ്ടുപോകാനായിട്ട് പറ്റുമെന്ന് മനസ്സിലാക്കുന്ന ഒരു സമയമാണ്. അതേപോലെ തന്നെ 2 ഓഫ് പെൻറ്റക്കിൾസ് എനർജിയാണ്. ഇവിടെ സാമ്പത്തികമായിട്ടുള്ള കാര്യത്തിൽ ഈ ഒരു വർഷത്തിൽ, ഈ പറഞ്ഞ പോലെ വർഷത്തിൻ്റെ തുടക്കത്തിൽ കുറച്ചൊന്ന് ജഗിൾ ചെയ്യുന്നുണ്ട്. അത് കഴിഞ്ഞാൽ മുന്നോട്ടേക്ക് പിന്നെ സാമ്പത്തികമായിട്ട് നേട്ടങ്ങളും ഒക്കെയാണ്. ജോലി പെർമനൻ്റ് ആക്കി കിട്ടുന്നു. പ്രൊബേഷനിലിരിക്കുന്നവർ ജോലി പെർമനൻ്റ് ആകുന്നു. ഇപ്പോൾ വിദേശത്ത് ദുബായിലൊക്കെ വർക്ക് ചെയ്യുന്നവരെ സംബന്ധിച്ചിടത്തോളം ജോലി പെർമനൻ്റ് ആയി കിട്ടുന്ന സിറ്റുവേഷൻ, സർക്കാർ ജോലിയിൽ നിൽക്കുന്നവർക്ക്, അല്ലെങ്കിൽ ടെമ്പററി പോസ്റ്റിൽ നിന്ന് പെർമനൻറ്റ് പൊസിഷൻ, ഗസ്റ്റ് ലെക്ചേഴ്സായിട്ട് വർക്ക് ചെയ്യുന്നു, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും അങ്ങനെയുള്ള പെർമനൻ്റ് അല്ലാത്ത ജോലിയിൽ സാധ്യതകൾ. അതേപോലെ തന്നെ ഒരു സ്ഥിര വരുമാനമുള്ള ജോലിയാണ്, പ്രൊമോഷനും കാര്യങ്ങളൊന്നും ആയിട്ടില്ലെങ്കിൽ പ്രൊമോഷനും കാര്യങ്ങളൊക്കെ ആകുന്നു. അതിൻ്റെ മറ്റും സാധ്യതകളൊക്കെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം സൂചിപ്പിക്കുന്നുണ്ട്. 10 ഓഫ് ഫോൺസ് എനർജി കണക്ഷൻസ് ആണ്. അപ്പോൾ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം പ്രാരബ്ധ കെട്ടുകളുടെ, അതായത് നിങ്ങൾ ആവശ്യത്തിൽ കവിഞ്ഞ് നിങ്ങൾ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുത്തിട്ടുണ്ട് എങ്കിൽ ലൈഫിൽ നിങ്ങൾക്ക് ഒരു തീരുമാനം എടുക്കേണ്ടുന്ന സമയമാണ് ഇപ്പം. ഇനിയും നിങ്ങളിത് തുടർന്നു കൊണ്ടുപോകണോ? മാത്രമല്ല ചില ആളുകൾ വീണ്ടും വീണ്ടും പുതിയ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുത്തുകൊണ്ടിരിക്കുകയാണ്. അത് നിങ്ങളുടെ ഉത്തരവാദിത്തങ്ങളെ അല്ലതാനും. അപ്പോൾ നിങ്ങളെ സംബന്ധിച്ച് ഈ ഒരു തീരുമാനം എടുക്കുക എന്നുള്ളതാണ്. മറ്റുള്ളവരുടെ ഉത്തരവാദിത്തങ്ങളാണ് നിങ്ങൾ ഇതുവരെ ചുമന്നുകൊണ്ടിരുന്നത് എങ്കിൽ അവരുടെ ഉത്തരവാദിത്തങ്ങൾ അവരെ തിരിച്ചേൽപ്പിക്കുക. പിന്നെ പുതിയ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കാതിരിക്കുക. പുതിയ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കാതിരിക്കുന്നു ഓക്കെ, പക്ഷെ മറ്റുള്ളവരുടെ ഉത്തരവാദിത്തങ്ങൾ അവരെ തിരിച്ചേൽപ്പിക്കുമ്പോൾ അത് നിങ്ങളുടെ ഉത്തരവാദിത്തങ്ങൾ അവരെ ഏറ്റെടുക്കുന്ന പോലത്തെ ഒരു ഫീലിങ്ങിലേക്കാണ് അവർ നിങ്ങളെ കൊണ്ടുവരുന്നത്. അതൊരു ട്രിക്കാണ്. ആ ഒരു ഇതിൽ വീഴാതിരിക്കുക, ആ ഒരു ചതിയിൽ വീഴാതിരിക്കുക. അത് നിങ്ങളുടെ ഉത്തരവാദിത്തമായിരുന്നില്ല, അവരുടേതായിരുന്നു. നിങ്ങൾ ഇതുവരെ അവർക്ക് വേണ്ടിയിട്ട് ഒരു ഹെൽപ്പ് ചെയ്യായിരുന്നു ഇത്രയും വർഷങ്ങൾ, ഇത്രയും മാസങ്ങൾ. അപ്പോൾ അത് നിങ്ങൾ മനസ്സിലാക്കുക. മേക്ക് ഷുവർ ദേ ആർ ഡൂയിങ് ദെയർ, അല്ലെങ്കിൽ ദേ ആർ ഹാവിങ് ദെയർ ഫെയർ ഷെയർ ഓഫ് റെസ്പോൺസിബിലിറ്റി. എപ്പോഴും സാമ്പത്തികവും മറ്റു കാര്യങ്ങൾ വരുമ്പോൾ അവരുടെ ഫെയർ ഷെയർ വേണം, പക്ഷെ ഉത്തരവാദിത്തം വരുമ്പോൾ നിങ്ങൾ എന്നുള്ള ചിന്തയിൽ നിന്ന് അതിൽ നിന്ന് മാറുക. ഇമോഷണൽ ബ്ലാക്ക് മെയിലിൽ വീഴാതിരിക്കുക എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. കിങ് ഓഫ് സോർഡ്സ് എനർജി കണക്ഷൻസ് ആണ്. വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം വളരെ സാധ്യതയുള്ളൊരു വർഷമാണ് ഈ ഒരു വർഷം. വിദ്യാഭ്യാസ കാര്യങ്ങൾ ഒത്തിരി ഉയരത്തിലെത്താൻ പറ്റുന്ന സമയമാണ്. റിസർച്ച് കാര്യങ്ങളൊക്കെ ചെയ്യുന്നവർ, ഡോക്ടറേറ്റ് PhD ചെയ്യുന്നവരെ സംബന്ധിച്ചിടത്തോളം ഒത്തിരി ഉയരത്തിലേക്ക് പോകാൻ പറ്റുന്നു എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. സോ
വളരെ ഇൻ്റലക്ച്വലായിട്ട് നല്ല രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നു. അതേപോലെയുള്ള പ്രൊഫഷൻ, ഇപ്പോൾ പ്രൊഫസർ, ലോയർ, ബിസിനസ് വുമൺ, ബിസിനസ് മാൻ, അതേപോലത്തെ എനർജിയിലൊക്കെ നിൽക്കുന്നവർ, സ്കോളേഴ്സ്, ആ എനർജിയിലൊക്കെ വളരെ നല്ല രീതിയിൽ പ്രസംഗിക്കാൻ പറ്റുന്നു. നിങ്ങളുടെ മൈൻഡിലുള്ളത് മറ്റുള്ളവരിലേക്ക് കൺവേ ചെയ്യാൻ പറ്റുന്ന ഒരു വർഷം കൂടിയിട്ടാണ് എന്നുള്ളത് സൂചിപ്പിക്കുന്നത്. അത് പൊതുവെ സംഭാഷണ ചാതുര്യം വളരെ നന്നായിട്ടുണ്ട്. വെറുതെ എന്തെങ്കിലും പറയുന്നതല്ല, മറിച്ച് നോളേജബിൾ, വിസ്ഡം, നോളേജ് മറ്റുള്ളവരുടെ മുമ്പിൽ കാഴ്ചവെക്കാൻ പറ്റുന്നു എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് പറയാനുണ്ടായിരുന്നത്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.